ഗൈസ്, ഇപ്പം നമ്മൾ വിഷുക്കണി എടുക്കുകയാണ്. ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പം നമ്മൾ എല്ലാ ഫ്രൂട്ട്സൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈം 10 മണിയായി. നമുക്കിനി തുടങ്ങാം. ടേബിൾ ഇവിടെ ഇല്ല, ഞങ്ങൾ ഉമ്മാർത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഉള്ളിലാണ് ടേബിൾ, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റൂളായിട്ടാണ് സെറ്റ് ആക്കുന്നത്. ഞാൻ പറയും അപ്പൊ നമ്മളിവിടെ സ്റ്റൂള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സഹായിക്കാൻ അമ്മയെ ഞാൻ ഫോൺ ചെയ്യുന്നത്. വെള്ളം കൊണ്ട് നേരം പോലെ നേരെ വൃത്തി പോലെ മടക്കി വെക്കും. അപ്പൊ അമ്മ പച്ചക്കറി എടുക്കാൻ പോയിട്ടുണ്ട്. സോറി, ഫ്രൂട്ട്സ് എടുക്കാൻ പോയി. നമുക്ക് ഫ്രൂട്ട്സ് അപ്പൊ നമ്മളെ അമ്മ ഇതാ കൃഷ്ണനെ തുടച്ചു കഴിഞ്ഞു. നമുക്ക് അതിൽ വെക്കും. അതൊക്കെ വെച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ആദ്യം വെച്ചാൽ തണ്ണിമത്തൻ
നമ്മൾ കണി ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു കണിയാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അത് മാത്രമല്ല, നമ്മളിന്ന് കുറച്ച് പടക്കങ്ങളല്ല, പൂത്തിരി, മത്താപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒച്ചള അങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിക്കാൻ പേടിയുണ്ട്. പിന്നെ ലൈറ്റായിട്ടുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പടക്കം പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈറ്റ്, 2 ലൈറ്റാണ് വാങ്ങിയത്. അപ്പോൾ ഒരു ലൈറ്റ് ഞാൻ നേരത്തെ പൊട്ടിച്ച ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് നാളെ ലൈറ്റ് കത്തിക്കാനൊക്കെ വീഡിയോ നമുക്ക് ഇടാം കേട്ടോ. ഗൈസ്, നമ്മളിത് കത്തിക്കാൻ പോവാണ്. കത്തിച്ചതിന് ശേഷം വേണം. എന്താ വൈകന്റെ മേലിടൂ വിഷുദിനത്തിലെ ചേച്ചീനെ തീ വെച്ച് കൊന്നു. പ്രതി അറസ്റ്റിൽ. 6ാം ക്ലാസ്സുകാരി വൈകാസി. 6ാം ക്ലാസ് 5 തോറ്റ്. 5ല് B ഗ്രേഡ് വാങ്ങിയ വൈകാസി. അത് വേറെ പ്രാവശ്യമല്ലേ, കുഴപ്പമില്ല. കയ്യിലും മെഴുകുരുക്കണ്ട, ആയിട്ടില്ല. എന്റെ കുട്ടി ഒരു മെഴുകുതിരി കത്തിക്കാൻ പറ്റാത്തില്ല. ഫൈനലി ഞാൻ കത്തിച്ചു കൊടുത്തു. വെച്ച് കൊടുത്താണ്. നമ്മള് കത്തിക്കേണ്ട ആള് അമ്മേനെ. എനിക്ക് ചില മേശപ്പൊക്കെ ചെറുതായിട്ട് പേടിയുണ്ട്. അപ്പൊ അതിന്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടാവുക എങ്ങനെയാണെന്ന് ആദ്യം അമ്മ കത്തിച്ചേരും പറഞ്ഞ. അമ്മ ഒരു കോളിന് പോയിക്ക്, കോള് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് പോയിക്ക്. എന്ത് ചെയ്യും? പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടോ? ഹൗ മെനി ഡ്രസ്സസ് യു ഹാവ്? പിറന്നാളിന് എടുക്കാതെ അമ്മ എടുത്തുന്നു 2. പിന്നെ വിഷുവിന് പ്രത്യേകിച്ച് അമ്മ. പിറന്നാളിന് ഒരു 2 മൂന്നെണ്ണല്ലേ ആണ് തോന്നുന്നു. 2 3 കിട്ടി. വൈകുന് കൊറേ ഡ്രസ്സാണ് ഗൈസ്. ഭയങ്കര ഡ്രസ്സാണ്. വൈകു എന്നിട്ട് എന്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ട് കുറച്ചുള്ളൂ. അപ്പം നമ്മൾ അത് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കട്ടെ. എൻ്റെ ഡ്രസ് കളക്ഷനും മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. വീടും പരിസരവും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അമ്മ വന്നിട്ടില്ല. കോളായിട്ട് നമുക്ക് പൂത്തിരി കത്തിക്കാം. എന്റെ കാലിന് മുളിക്കാൻ വേണ്ടി ആക്കല്. പേടിയില്ല. നല്ല ഹൈറ്റിലൊക്കെ പോണതും അങ്ങനത്തെ സാധനങ്ങൾ പൂത്തിരി കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, അമ്മ ഇവിടെ മേശപ്പ് വെച്ച് നമ്മൾ കത്തിക്കാൻ പോവാണ്. നമ്മുടെ ഒരാളിയത്ത് കഴിയുമ്പോൾ ഞാനത് കത്തിക്കും. അടുത്ത അമ്മേനെ കത്തിക്കാൻ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചക്ര നെൽച്ചക്ര എന്നാണ് പറയാം. അതാണ് വെക്കുന്നത്. അമ്മ കത്തിക്കാൻ പോവാണ്. നമ്മൾ എന്താണ് കത്തിക്കാൻ പോകുന്നത്? നമ്മളെ തലേ ദിവസത്തെ ചെറിയ വിഷാഘോഷമാണ്. ഇപ്പം നമുക്ക് നല്ല വലിയ ലോങ് വീഡിയോ ആയിട്ട് നാളെ ഇടാം. അപ്പം നമുക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാളെ ഇടാം. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ബൈ ബൈ.